മിസ്ഡ് കോൾ അതൊരു നല്ല തീമാണ്. ലൈഫിൽ ഒരുപാട് കോൾസ് നമുക്കിതുപോലെ മിസ്സായി പോകുന്നുണ്ട്. ഈ ഫോണിൽ വന്നതല്ല, അല്ലാതെ ഫോർ എക്സാമ്പിൾ ലവറാ. ആള് കുറേ നേരമായി എന്നോടെന്തോ ഷെയർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ ബിസിയാണ് ഫോണിൽ. ഇതുപോലെയാണ് ലൈഫിൽ കുറേ കാര്യങ്ങൾ. നമ്മുടെ തിരക്കുകൾ കാരണം നമ്മൾ ഒരുപാട് കോൾസ് ഇതുപോലെ മിസ് ചെയ്ത് കളയുന്നുണ്ട്. ഇതിനൊക്കെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡി ആ വിക്കറ്റും പോയി. എങ്ങനെ പോകൊണ്ടിരിക്കുകയാണ്, അമ്മാതിരി കീറാണ് ശാപം. അപ്പോൾ ചില കോളുകൾ നമ്മൾ മിസ്സാക്കണത് നമ്മുടെ തിരക്കൊണ്ടാണെങ്കിൽ വേറെ ചിലത് നമ്മുടെ പേടി കൊണ്ടാണ്. എന്താണ് ഞാൻ ഇറങ്ങണമെന്നില്ല, കൊടുക്കത്തെ ബോളിങ്ങാണ്. ഇറങ്ങിയ പിന്നെ ഞാൻ ഇറങ്ങണം. അപ്പം ഈ ഉമ്മയ്ക്കാൻ പറ്റത്തണോ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം? എന്തായാലും ഈ മനുഷ്യന്മാരായിരിക്കും എല്ലാവരും പുറത്താണ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ സൗജീവിയുടെ സാഹചര്യത്തിനുള്ള വിളി അതും മിസ്സാക്കാണ്. എന്ത് ചേട്ടാ ഒരു തീർച്ചു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക കോളുകൾ നമുക്ക് മിസ്സാക്കിയേ പറ്റുള്ളൂ. റിസൾട്ട് വന്നല്ലേ? ചേച്ചി മെഡിസിന് പോയി. നീ ബിടെക്കിന് വെക്കോ? വേറെ ഓപ്ഷൻ ഒന്നുമില്ലല്ലോ. ഇല്ലപ്പാ, വേറെ ചില കോളുകള് ദേ ഇങ്ങനെ. എന്താല്ലേ അങ്ങനെ ഈ ലൈഫിലെ എല്ലാ കോളുകളും മിസ്സാക്കി ഈ ലൈഫ് തന്നെ മിസ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. കുറച്ചുകൂടെയൊക്കെ നന്നായി ജീവിക്കാറുണ്ടല്ലേ പല കോളുകളും മിസ്സാക്കില്ലായിരുന്നെങ്കിൽ. എങ്ങനെയാന്നല്ലേ? ആഹാ എന്നിട്ട് ജയിക്കാൻ എത്രയാടാ? ഹലോ അമ്മ. ഞാൻ തരുന്നു. I want to leave. Papa, I want to be a filmmaker. That's life. പല കോളുകളും നമ്മൾ മിസ്സാക്കിയത് പല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. ഇതൊന്നും മിസ്സാക്കിയില്ലായിരുന്നെങ്കിൽ ഒരു ഡ്രീമിനേക്കാളേറെ ബ്യൂട്ടിഫുൾ ആയാനെ ഈ ലൈഫ്. മേ ബി ഒരുപാട്. ഞാൻ തന്നെ സോറി ഷോർട്ട് റെഡിയായി. അപ്പോൾ കാണാം.